എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് വിധേയമായി. അദ്ദേഹം ആ വേദനയിലും എന്നോട് പങ്കുവച്ച ഒരനുഭവം. തലേ ദിവസം രാത്രി ഞാൻ ഭക്ഷണവും വെള്ളവുമെല്ലാം നിർത്തി. പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞ് 10-12 മണിയായപ്പോഴാണ് ഒരിച്ചിരി ചൂടുവെള്ളം എൻ്റെ നാവിലേക്ക് ഒഴിച്ചു തന്നത്. എൻ്റെ ഹൃദയത്തിന് വല്ലാത്ത ആശ്വാസവും സമാധാനവും കിട്ടി. ഞാൻ ആ ICUവിൽ കിടന്ന് ഞാൻ ചിന്തിച്ചത്, ഞാൻ ഒരിറ്റി വെള്ളത്തിന് വേണ്ടി ഞാൻ എൻ്റെ തൊണ്ട വരണ്ട് ദാഹിക്കുമ്പോൾ ശുദ്ധമായ ജലമില്ലാത്ത ഈ തീതുപ്പുന്ന ചൂടുള്ള പകലുകളിൽ വിശ്രമിക്കാൻ ഒരു വീടില്ലാത്ത, ഇന്ന് വെള്ളിയാഴ്ചയിൽ പോലും നമസ്കരിക്കാൻ ഒരു പള്ളിയില്ലാതെ കോൺക്രീറ്റ് പൊളിച്ചെറുക്കപ്പെട്ട ആ തകർന്നടിഞ്ഞ മണ്ണുകൾക്കിടയിൽ ഒരു ടാർപോളിൻ വിരിച്ച് നമസ്കരിക്കുന്ന ആ മനുഷ്യരെക്കുറിച്ച് നോമ്പ് നമ്മൾ നോക്കിയാൽ വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കാമെന്നൊരാശ്വാസമുണ്ട്. വീട്ടിൽ ഭക്ഷണമില്ലാതെ, ശുദ്ധവെള്ളമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ഒരു നാട്ടിലെ 20 ലക്ഷത്തോളം മനുഷ്യർ, 67,000-ഓളം മനുഷ്യർ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങി. ഉപ്പച്ചി എന്ന് വിളിക്കാൻ ഒരു ഉപ്പയോ, ഉമ്മച്ചി എന്ന് വിളിക്കാൻ ഒരു ഉമ്മയോ അവരുടെ മുന്നിലില്ലാതെ അവർ പ്രയാസപ്പെടുമ്പോൾ, ഇന്ന് വെള്ളിയാഴ്ചയാണ് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ അസ്സലാമു അലൈന, അള്ളാഹുവിൻ്റെ രക്ഷ ഞങ്ങളുടെ മേലും, വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, സജ്ജനങ്ങളായ സച്ചരിതരായ വിശ്വാസികളായ എൻ്റെ സഹോദരന്മാരെന്ന് നമസ്കാരത്തിൽ പറയുമ്പോൾ, ഫലസ്തീനിലെ ഗസയിൽ ബോംബിങ്ങിൻ്റെ ഇടയിൽ ഓടുന്ന ചെറിയ മക്കൾ, പ്രാണനും കൊണ്ടോടുന്ന പ്രായമായ ഉപ്പമാരെ നമസ്കാരത്തിൽ നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർത്ത് നമസ്കരിക്കുന്ന വിശ്വാസികളിൽ നാം എവരെയും അള്ളാഹു